സി എ ഫൗണ്ടേഷൻ പാസ്സായ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഇനി സി എ ഇൻ്റർമീഡിയറ്റിന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്. വളരെ വാലിഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിന് വളരെ സിമ്പിൾ ആയിട്ടൊരു ആൻസർ പറഞ്ഞുതരാം. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് കാര്യം, ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരസ്യം കണ്ടിട്ട് ജോയിൻ ചെയ്യരുത്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും കേരളത്തിൽ നമ്പർ 1 ആണ്, റാങ്ക് സെൻറ്റേഴ്സ് ആണ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 90%-ലധികം പാസ് പെർസെൻറ്റേജ് വരുന്നുണ്ട്. ഉള്ളത് പറയാലോ, സംഭവം പക്ക തള്ളലാണ്. അപ്പോൾ ഇനി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമെന്ന് പറയാം. വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കാം. എക്സാമ്പിളായിട്ട് ഒരു ABC എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുന്നേ പഠിച്ച ഇപ്പോൾ സി എ ഇൻ്റർ ആണെങ്കിൽ സി എ ഇൻ്റർമീഡിയറ്റ് പഠിച്ച തൊട്ട് മുന്നത്തെ ബാച്ചിലുള്ള കുട്ടികളോട് എന്ത് ചെയ്യുക, അവിടുത്തെ ഫീഡ്ബാക്ക് ചോദിക്കുക. അപ്പോൾ ആ കുട്ടികൾക്ക് അറിയാൻ പറ്റും ഏകദേശം അവിടുത്തെ ഒരു ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഫാക്കൽറ്റീസ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു കുട്ടികളെ അറിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ അവർ കണ്ടുപിടിക്കാനും വളരെ സിമ്പിളാണ്. കാരണം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് എടുക്കാറുള്ള വാട്സപ്പ് എന്ന ഗ്രൂപ്പിൽ തന്നെ കേരളത്തിലുള്ള ഒരുവിധം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ സി എ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോളേജിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോയി പഠിക്കേണ്ട ഒരു തരം കോഴ്സല്ല. ആക്ച്വലി ഇത് സെൽഫ് സ്റ്റഡി മോഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു എന്നതിലും ഉപരി നിങ്ങളുടെ പഠിത്തത്തെ ഇരിക്കും നിങ്ങൾ പാസ്സാവുന്ന ആ ഒരു പ്രോബിലിറ്റി. ഏറ്റവും ഫീസ് കൂടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കരമായ റെപ്യൂട്ടഡ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പാസ്സാവാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ വളരെ എഫേർട്ട് തന്നെ അതിൻ്റെ ബാക്കിൽ വേണം, എന്നാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. ഇനി നിങ്ങൾക്ക് നമ്മുടെ ചാറ്റ് കേരള എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഇൻ്റർ ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ഇൻ്റർ എന്ന്, നിങ്ങൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ ജോയിൻ ഫൗണ്ടേഷൻ, നിങ്ങൾ ഫൈനലാണെന്നുണ്ടെങ്കിൽ ജോയിൻ ഫൈനൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ മെൻറ്റേഴ്സ് ആ പെർട്ടിക്കുലർ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫായിസ് മുഹമ്മദ്.